ഹലോ ഗൈസ്, നമുക്കിന്ന് അത്യാവശ്യം ഒരു ചെടിത്തോട്ടം, കാര്യമായിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു ചെടിത്തോട്ടം നമ്മുടെ അടുത്ത വീട്ടിലാണേ. അപ്പം അത് നല്ല റോസുകളും നല്ല ചെടികളും ഒക്കെയുണ്ട്, ഒരു മനോഹാരിത. അപ്പോൾ ആ ചേച്ചി ഈ ചെടി ഇപ്പം നട്ടതേ ഉള്ളേ. അപ്പോൾ അതിന് പറ്റിയ ഒരു പെട്ടി, മീൻപെട്ടിയാന്ന് തോന്നുന്നു, അതിൻ്റെ അകത്ത് ചെടി ഇപ്പം നട്ടതാണ്. പിന്നെ ഒരു ചെറിയ പൂന്തോട്ടമാണ് കേട്ടോ. അത്യാവശ്യം ഇപ്പം നമുക്ക് ചെടി ഏതിനും നടാമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണല്ലോ. നല്ല ഭംഗിയായിട്ട് നോക്കി ചെടി ക്രമീകരിച്ചിരിക്കുന്നത്. പലതരം ചെടികളുണ്ട്. ഈ സൈഡിൽ കുറേ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. അതാ പലതരം റോസകൾ, അത് തികച്ചും നല്ല പൂവുണ്ട് കേട്ടോ. അതിൻ്റെ കളറ് ഇന്ന് ഇതിലൂടെ ഒരു യാത്ര എന്ന് വിചാരിച്ചു. ഇതാട്ടോ ആ ചേച്ചിയുടെ വീട്. ഇവിടെയാണ്, അത് ആ മുകളിലുണ്ട്. ഇതുപോലെ തന്നെ ടെറസിൻ്റെ മണ്ടയിലും പുള്ളിക്കാർ ചോദിച്ചിട്ടും പൊടി ചെടി നട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെയാണ് വന്ന്. നമുക്കവിടെ ചാർലി എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അവരെ ഞാൻ കാണിച്ചു തരാം. അവൻ കിടക്കുക. ഇനി ഒരു ദിവസം കഴിയുമ്പം, കുറച്ച് ദിവസം കഴിയുമ്പം നമുക്കവനെ പുറത്തിറക്കി കാണാം. ആ ചേച്ചി ചെടി നടുന്നുണ്ട്. ചേച്ചി ഒരു ചെടിപ്രാന്തിയാണ് കേട്ടോ. ഇഷ്ടം പോലെ ചെടി നടലൊരു ഹോബിയാണ്. അപ്പോൾ അതായി. ഇനി ചേച്ചി അടുത്ത ചെടി നടുന്നതിന് മുമ്പേ നമുക്ക് നിസ്സാരം വേറെ ഒരാളെ കാണിച്ചിട്ട് വരാം. ആൾ കിടക്കുവായതുകൊണ്ട് ഏൽപ്പിക്കൊന്നുമില്ല. അവൻ ഏറ്റ് കഴിയുമ്പോൾ ഒരു ദിവസം നമുക്ക് കാണാം. ചാർലിക്കുട്ടാ, ചാർലി, ചാർലിക്കുട്ടാ, കൈ. മിടുക്കൻ. കൈ തരുവോ? മിടുക്കനാണേ. അങ്ങനെ കൈ അഴിച്ചു വിടുമല്ലോ ഇപ്പം. ചാർലിയേ, നമുക്ക് അടുത്ത ദിവസം വേറെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ഞാൻ ആ ചേച്ചി നടുന്ന ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്.